മനോഹരമായ ഒരു കാട്ടിൽ തമാശകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായ കുരങ്ങൻ. അത് ആനയുടെ തുമ്പിക്കൈ കെട്ടുന്നു. അത് കടുവയുടെ കൈകാലുകളിൽ തേൻ പുരട്ടും. അത് മയിലിന്റെ ഭക്ഷണത്തിന് പകരം മുളക് കഴിക്കലാണ്. ഒരു ദിവസം രാവിലെ കുരങ്ങൻ ഉണർന്ന് അലറി, എന്റെ വാൽ നഷ്ടപ്പെട്ടു. സഹായിക്കൂ, ആരോ എന്റെ വാൽ മോഷ്ടിച്ചു. നീ എന്തെങ്കിലും മണ്ടത്തരം ചെയ്തോ എന്ന് ബുദ്ധിമാനായ ആമ നെടുവീർപ്പിട്ടു. കുരങ്ങൻ ഓർത്തു, അത് വാൽ ചെളിയിൽ മുക്കി തമാശയ്ക്കു വേണ്ടി ഒരു തേനീച്ചക്കൂട്ടിൽ കുത്തിയ കാര്യം. പക്ഷേ തേനീച്ചകൾ ദേഷ്യപ്പെടുകയും ഉഗ്രമായി ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ഇത് കണ്ട കുരങ്ങൻ വാൽ പിന്നിൽ ഉപേക്ഷിച്ച് ഓടിപ്പോയി. കുരങ്ങൻ പിന്നിലേക്ക് ഓടി. അപ്പോൾ അതിന്റെ വാൽ തേനിൽ പൊതിഞ്ഞു. വളരെ വളരെ കോപാകുലരായ തേനീച്ചകൾ അതിനെ വളഞ്ഞു. അത് വാൽ എടുത്ത് ഓടിപ്പോയി. തേനീച്ചകൾ കുരങ്ങിനെ കാട്ടിലുടനീളം ഓടിച്ചു. രക്ഷപ്പെടാൻ അത് നദിയിലേക്ക് ചാടുന്നതുവരെ. മറ്റു മൃഗങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തവണ നീ നിന്നോട് തന്നെ തമാശ പറയുകയാണ്. നാണിച്ചുകൊണ്ട് കുരങ്ങനും ചിരിച്ചു. അന്നു മുതൽ എല്ലാവരെയും ഒരുമിച്ച് ചിരിപ്പിക്കുന്ന രസകരമായ തമാശകൾ മാത്രമേ അത് കളിച്ചുള്ളൂ. അത് പഠിച്ചു, നിങ്ങൾ വളരെയധികം തന്ത്രങ്ങൾ കളിച്ചാൽ ഒരു ദിവസം ഏറ്റവും വലിയ തന്ത്രം നിങ്ങളെ പിടികൂടും. ബബിൾഗം ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായ കുരങ്ങൻ അവിടെ താമസിച്ചിരുന്നു. പാർക്കിലെ കുട്ടികളെപ്പോലെ ഒരു വലിയ ബബിൾഗം ഊതാൻ അത് ആഗ്രഹിച്ചു. ഒരു ദിവസം അത് പിങ്ക് നിറത്തിലുള്ള ഒരു വലിയ ബബിൾഗം കണ്ടെത്തി. കുരങ്ങൻ അത് ചവയ്ക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്തിനു മുന്നിൽ ഒരു വലിയ പിങ്ക് ബബിൾഗം ഊതി. എന്നാൽ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. ആ കുമിള അതിന്റെ മുഖമാകെ പൊട്ടി. അതിന്റെ കണ്ണുകളും മൂക്കും ചെവികളും പോലും ബബിൾഗത്തിന്റെ പശ കൊണ്ട് മൂടിയിരുന്നു. കുരങ്ങൻ പാർക്കിൽ ചുറ്റും ഓടി. പിങ്ക് നിറത്തിലുള്ള ഒരു രൂപം പോലെ തോന്നി. മറ്റു കുരങ്ങുകൾ ചിരിക്കാൻ തുടങ്ങി. ഒടുവിൽ ദയുള്ള ഒരു ആന അത് വൃത്തിയാക്കാൻ വെള്ളം തളിച്ചു. കുരങ്ങൻ നെടുവീർപ്പിട്ടു, ഒരുപക്ഷേ ഞാൻ വാഴപ്പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാം. അത് പഠിച്ചു, ചില കാര്യങ്ങൾ രസകരമായി തോന്നും. ആ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം കുടുങ്ങിപ്പോകുന്നതുവരെ.